നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ലോകമറിയുന്ന മഹദിയ. ഈജിപ്തിൽ പോകുമ്പോൾ കാണണം, പടച്ചോനെ ഇവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വല്ലാത്ത ഖബറ. ഈജിപ്തിൽ പോകുമ്പോൾ കാണാൻ പടച്ചോനെ മനോഹരമായ ഒരു ഖബർ, പൂക്കൾ കൊണ്ടിങ്ങനെ നിറച്ചിരിക്കുക. ഈജിപ്തിൽ പോകുമ്പോൾ കാണാം ഫുള്ള് പൂവാ, മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മരിക്കുമ്പോൾ ഖുർആൻ ഓതിയിട്ടാ മരിച്ച. അള്ളാഹിനോട് പറഞ്ഞു, എനിക്ക് 2 ആഗ്രഹമുണ്ട് പടച്ചോനെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സാധാരണ ഒരാളല്ല, സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ച മഹദിയ. നമ്മൾ ഖബർ കുഴിച്ചതിനെ കുറിച്ചൊക്കെ പറയാതിരിക്കണം നല്ലത്, അള്ളാഹു കാക്കുമാറാകട്ടെ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ചു വീടിന്റെ അകത്ത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രഭാഷണം ഇങ്ങനെ കേൾക്കുകയാ. ഒരു മഹാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നു. ആ പ്രസംഗിക്കുന്ന സമയത്ത് ഖുർആനിലെ ഒരു സൂറത്ത് ഓതി, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ സൂറത്ത് അങ്ങോട്ട് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുത്തപ്പോ നഫീസത്തുൽ മിസ്രിയ ബോധം കെട്ട് താഴെ വീണു. എല്ലാരും പഴുത് കഴിഞ്ഞു പോയി, ഈ ചങ്ങാതി അവിടെ കിടക്ക. അവസാനം ബോധം വന്നു, എഴുന്നേറ്റ് വീട്ടിലേക്ക് ഓടിച്ചെന്നു. അന്നു വരെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് മാറ്റിയിട്ട് ഖബർ കുഴിച്ചു. ആരും അറിഞ്ഞില്ല. രാവിലെ മുഴുവനും നോമ്പ്, രാത്രിയിൽ ഖബർ കുഴിക്കൽ. സ്വന്തം വീടിന്റെ അകത്ത് ഖബർ കുഴിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്ന നഫീസത്തുൽ മിസ്രിയുടെ കണ്ണീർ നിന്ന് വീണ കണ്ണീര് കൊണ്ട് ഖബർ പോലും നനഞ്ഞു പോയെന്ന അങ്ങനെ നിലവിളിച്ചോണ്ടാ കുഴിച്ചേ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം വീടിന്റെ അകത്ത് കരഞ്ഞുകൊണ്ട്, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ സീരിയൽ കണ്ടിട്ട് കരയാ, നമ്മുടെ ഭാര്യമാരെ നമ്മുടെ പെമ്മക്കളും സീരിയൽ കണ്ട് കരയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം വീടിന്റെ അകത്ത് കരഞ്ഞ് 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 ഖബർ കുഴിച്ചു. ഖബറിന്റെ പണി പൂർത്തിയായപ്പോ ഓടിപ്പോയി ഒതുവെടുത്തിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും എടുത്ത് ഖബറിന്റെ അകത്തിറങ്ങി. ഖബർ ഉദ്ഘാടനം ചെയ്തത് ഖബറിന്റെ അകത്ത് നിന്ന് നിസ്കരിച്ചു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറിന്റെ അകത്തിരുന്ന് നിസ്കരിച്ചു. എന്നിട്ട് ഖബറിന്റെ അകത്തിരുന്ന ചരിത്രം പറയുന്നു, 6000 ഖത്തം കണ്ട 3000 6000 ഖത്തം ഖബറിന്റെ അകത്തിരുന്ന് ഓതിയുന്ന മഹദി. അവസാനം നോമ്പ, എല്ലാ ദിവസവും നോമ്പ്, ഉറക്കമില്ല. സുന്ദരിയായ മിസ്രിലെ പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവർക്കറിയാം എന്തൊരു ഗ്ലാമർ എന്നറിയോ. വെളുത്തു ചുമന്ന് തുടുത്തിരുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ എല്ലും തോലുമായി കണ്ണും മുഖമെല്ലാം കറുത്തുപോയി, തൊലി മുഴുവനും കറുത്തു. കുടുംബക്കാര് വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കണേ? മരിച്ചു പോകും നഫീസ, നീ എന്തിനാ ഉറക്കമൊഴിയണ? നിന്റെ സൗന്ദര്യം മുഴുവനും പോയല്ലോ. അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് 2 ആഗ്രഹമേ ഉള്ളേ. ഈ സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ചു, ഇതിനകത്തിരുന്ന് നിസ്കരിച്ചു, ഖുർആൻ ഓതി അള്ളാഹിനോട് ചോദിക്കുന്നത് 2 കാര്യം. 1, മരിക്കുമ്പോൾ നോമ്പുകാരിയായി മരിക്കണം. 2, ഖുർആൻ ഓതിയിട്ട് മരിക്കണം. ഒരു പെണ്ണിന്റെ 30 കൊല്ലം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ സ്വന്തം കൈകൊണ്ട് ഖബർ കുഴിച്ച് ആ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്നിട്ട്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ 4000-ഓളം ഖത്തമോദി ആ മഹദിയാണ് അല്ലാഹുവോട് ദുആ ചെയ്യുന്നത്. മരിക്കുമ്പോ എന്നെ നോമ്പുകാരിയാക്കി മരിപ്പിക്കണം തമ്പുരാനെ. അതുമാത്രമല്ല, എനിക്ക് ഖുർആൻ ഓതി മരിക്കണം അല്ലാ. വന്നവർ മുഴുവനും നിറകണ്ണുകളോടെ ഇറങ്ങി പോവുകയാണ്. അവസാനം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയമുള്ളവരെ, മരണമെടുത്തു വന്നു. മരണമെടുത്തു എന്ന് മനസ്സിലായപ്പോ അവിടുന്ന് പടച്ചവനെ നല്ലതുപോലെ കുളിച്ചു, ഉളുവെടുത്തു, കഫം തുണിയെടുത്തു. എന്നിട്ട് ഖബറിന്റെ ചാരത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. താൻ കുടിച്ച ഖബറിന്റെ ചാരത്ത് വന്നിട്ട്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തലയുടെ ഭാഗത്ത് കഫം തുണി വെച്ചു. എന്നിട്ട് നഫീസ കടക്കുകയാ. നഫീസത്ത് മാല വായിക്കുന്നവർക്കറിയാ, നഫീസത്ത്
മുത്തുമാല വായിച്ചുള്ളവർക്കറിയാം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹു മരിക്കുമ്പോ നോമ്പുകാരിയാ 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് ചോദിച്ചു വാങ്ങിയതാ അവിടുന്ന് മരിക്കുന്ന ദിവസം നോമ്പുകാരിയായിരുന്നു എടാ ചെറുപ്പക്കാരാ പ്രണയ ദിനത്തിൽ പ്രണയ ജോഡിയുമായി കറങ്ങുന്നവര് ഗിഫ്റ്റ് വാങ്ങി വെച്ചിരിക്കുന്ന ചെറുപ്പക്കാരാ പ്രണയിക്കേണ്ടതാരെയെന്നറിയുമോ അല്ലാഹനെ പ്രണയിക്കടാ അല്ലാഹന്റെ ഖുർആനിനെ പ്രണയിക്കൂ അല്ലാഹന്റെ മുത്തുനബിയെ പ്രണയിക്കൂ അല്ലാഹയ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഇസ്ലാമിൽ ഇല്ലെന്നല്ല അല്ലാഹയ്ക്ക് വേണ്ടി അർശിന്റെ താഴെ അല്ലാഹ് സ്ഥാനം കൊടുക്കുമെന്ന് മുത്തുനബി എണ്ണി പറഞ്ഞിട്ടുണ്ട് അതിലെ ഒരു വിഭാഗം ഏതെന്നറിയുമോ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മരിക്കുമ്പോ നോമ്പുകാരിയാ പടച്ചവനെ രണ്ടാമത്തെ മോഹം ഖുർആൻ ഓതി മരിക്കണമെന്നാണ് പടച്ചവന് അസ്റായിൽ റൂഹ് പിടിക്കുകയാണ് മലക്കുകൾ ഇങ്ങനെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്ന് ഓതിയ ഖുർആൻ എടുത്തിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഓതിയ ആയത്ത് ഏതെന്നറിയുമോ ലഹും ദാറുസ്സലാം عند ربهم وهو وليهم بما كانوا يعملون സ്വർഗ്ഗത്തിന്റെ ആയത്തോതിയിട്ടാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടതെന്ന് ചരിത്രം പറയുമ്പോ ഇമാം ശാഫി തങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്ത് നഫീസയാ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു ഇമാം അവരുടെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പടച്ചവനെ ഒരു പനി പിടിച്ചാ അവിടെന്ന് പറഞ്ഞു വിടുമായിരുന്നു ദുആ ചെയ്യാൻ പനി പിടിച്ചാൽ പോലും ശിഷ്യന്മാരെ പറഞ്ഞു വിടും പോയിട്ട് ദുആ ചെയ്യാൻ ഒരിക്കൽ അവസാനം പനി പിടിച്ചിട്ട് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു സമയമായിരുന്നു മരണത്തിന്റെ അടയാളം അപ്പൊ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ ഈജിപ്തിലൊക്കെ പോകാൻ പറ്റുന്നവരൊക്കെ പോകണം ഫലസ്തീനും ഈജിപ്തും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ സിയാറത്തുകളൊക്കെ ഇപ്പൊ പല ഗ്രൂപ്പുകളും കൊണ്ടുപോകാറുണ്ട് പോകുമ്പോൾ പോകണം അല്ലാഹുവേ എത്ര പ്രവാചകന്മാരുടെ ഖബർ എൻ്റെ പ്രിയപ്പെട്ടവരെ ഫലസ്തീൻ ഇസ്രയേലാണ് ഏറ്റവും കൂടുതൽ ഇസ്രയേലിലൊക്കെ പോകണം നമുക്കൊന്നും അവിടെ പോകാൻ കഴിയില്ല പോകണം അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ എനിക്ക് അല്ലാഹു ഒരു അവസരം നൽകി അല്ലാഹു ഇനിയും പോകാൻ ഭാഗ്യം തരുമാറാകട്ടെ നമ്മളൊക്കെ പോയി പടച്ചവന് വലിയ കാര്യമൊന്നുമല്ല ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു നാടിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് പോയി നോക്കണം കരയാതെ ഒരു മുസ്ലിമിന് അവിടെ നിന്ന് വരാൻ കഴിയില്ല ഫലസ്തീൻ എന്ന് പറയുന്ന നാട് പടച്ചവന് ഒരു മതിലുകെട്ടിൻ്റെ അകത്തുണ്ട് ഇതുപോലെ കാണാം ഈ 4 ഭാഗത്തും ഓരോ മതിലിൻ്റെ ഒക്കെ വലിപ്പം കാണണം കെട്ടിയിട്ടിരിക്കുന്ന ഒരു നാട് 4 ഭാഗത്ത് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോകുന്ന രംഗമൊന്ന് കാണണം പടച്ചവനെ അല്ലാഹുവേ ബൈത്തുൽ മുഖദ്ദസിലൊക്കെ പോകുന്ന രംഗം നമ്മുടെയൊക്കെ നെഞ്ചു പൊട്ടിപ്പോകും ഫലസ്തീനിലൊക്കെ പോകുമ്പോൾ 18ഉം 19ഉം വയസ്സുള്ള സുന്ദരികളായ പെൺമക്കൾ വന്നിട്ടിങ്ങനെ യാചിക്കുക വല്ലതും താന്ന് പറയും ഇവിടെ കണ്ണ് നിറഞ്ഞു പോകും അല്ലാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ അല്ലാഹു ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മീശ വടിക്കുക അത് മുസ്ലിമിന് ചേർന്നതല്ല അത് ജൂതന്മാർ അവരുടെ അടയാളമാണ് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ 3 അല്ലാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ എന്നിൽപ്പെട്ടവരല്ല എന്ന് മുത്തുനബി 3ാമത് എണ്ണി പറഞ്ഞ വിഭാഗമാരെന്നറിയുമോ മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ലൈസ മിന്നീ എന്നിൽപ്പെട്ടവനല്ല എന്ന് മുത്തുനബി എണ്ണി പറഞ്ഞ 3ാമത്തെ വിഭാഗമാരെന്നറിയുമോ മയ്യത്തിന് വേണ്ടി നിലവിളിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി
വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ചവനെ, മയ്യത്തിന്റെ പേരിൽ കിടന്ന് നിലവിളിക്കുന്നവരുണ്ടല്ലോ, അട്ടഹസിച്ച് കരയുന്നവരുണ്ടല്ലോ, അവരെന്നിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പടച്ചവനെ, മരിച്ച വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മരണ വീട്ടിൽ കടന്ന് കരയുമല്ലോ. വാപ്പ മരിച്ചാ കരയാത്ത ഏത് മകനാവുള്ളത്? ഉമ്മ മരിച്ചാൽ കരയാത്ത എത്ര മക്കളാവുള്ളത്? ആരായാലും കരഞ്ഞു പോകുമല്ലോ, ആരായാലും കരഞ്ഞു പോകുമല്ലോ. കരയാത്തവൻ മനുഷ്യനല്ലല്ലോ, കരയാത്തവൻ മനുഷ്യനല്ലല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോൻ, ആ മോന്റെ മയ്യത്ത് കൊണ്ടുപോയിട്ട് പള്ളിപ്പറമ്പിലെ ഖബറിൽ ഇറക്കുമ്പോഴാണ് റസൂലുള്ളാഹിയുടെ താടിരോമത്തിലൂടെ കണ്ണുനീരൊഴുകിയത്. മുത്തുനബി കരഞ്ഞു പോയല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പോലും കരഞ്ഞു പോയല്ലോ. അതുകൊണ്ട് മരിച്ച വീട്ടിലിരുന്ന് കരയുന്നവര് എങ്ങനെ കരയുന്നവരെന്നറിയുമോ? അട്ടഹസിച്ച് നിലവിളിക്കുന്നവരുണ്ട്, മുടിയൊക്കെ അടിച്ചിടുന്നവർ, മാറിടത്തിലെ വസ്ത്രങ്ങൾ വലിച്ചു കീറുന്നവർ, ഇതുപോലെ കരയുന്നവർ, ഇതുപോലെ കരയുന്നവർ നമ്മളിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ മരിച്ച വീട്ടിൽ പോയിരുന്ന പണ്ടൊക്കെ ഒരു കരച്ചിലുണ്ട്, ഇങ്ങനെ നിലവിളിക്കുക, മുടിയൊക്കെ അടിച്ചിട്ട്. തമിഴ്നാട്ടിലൊക്കെ പോയാൽ പൈസ കൊടുത്ത ആളെ ഇരുത്തിയിട്ടുണ്ട് കരയാൻ. മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ട് ഒരു വല്ലാത്ത കരച്ചൽ, വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറുക, പഴയ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു കരയുക. അള്ളാഹു കാക്കുമാറാകട്ടെ. സത്യത്തിൽ അങ്ങനെ കരയാൻ പാടില്ല. കരയാൻ പാടുണ്ടോ? കരയണം. സ്നേഹമുണ്ടെങ്കിൽ കരയും. എൻ്റെ അത്ത വരിച്ചപ്പോൾ ഞാൻ കരഞ്ഞു. ആരായാലും കരയും. സ്നേഹമുള്ളവർ. കരയാത്തവ മനുഷ്യനാണോപ്പാ? ചിലരിങ്ങനെ മുസ്ലിം പിടിച്ചിട്ടിരിക്കുക, ഓൻ്റെ ഉള്ളിൽ സ്നേഹമൊന്നും കാണത്തില്ല. പലരും പടച്ചവനെ, ഞാനിപ്പോൾ നമ്മുടെ അൻസാരിയണ്ണൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ കല്യാണ ദിവസം ഇവിടെ കല്യാണം നടക്കുമ്പോഴും സഹോദരി തൻ്റെ പിതാവ് മരണപ്പെട്ടു പോയത് പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. അള്ളാഹു ആ പിതാവിൻ്റെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മണ്ണറ അള്ളാഹു മണീറയാക്കി കൊടുക്കുമാറാകട്ടെ. ആ സന്തോഷത്തിലും കണ്ണ് നിറഞ്ഞുപോയി. കാരണം മണാണ് സ്നേഹമത. പ്രത്യേകിച്ച് പെൺമക്കൾക്ക് വാപ്പമാരോട് വലിയ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പെൺമക്കൾ. ചില പെണ്ണുങ്ങൾക്ക് പിന്നെ വാപ്പാടെ പേരുമില്ല, കെട്ടിയവനെ കെട്ടിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ചിലത്. ഭർത്താവിനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറന്നു പോകുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിച്ച വീട്ടിൽ കരയണ്ട എന്നല്ല, കരയുന്നതിനൊരു ലിമിറ്റുണ്ട്. എത്ര ദിവസം വരെ കരയാം? ദുഃഖാചരണം എത്ര ദിവസം? പറഞ്ഞങ്ങാതി എത്ര ദിവസം? 3-ാം പത്തിയോട് കൂടി കഴിഞ്ഞില്ലേ? 3 ദിവസമാണ് ദുഃഖാചരണം. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു എന്ന ചിലരൊക്കെ വലിയ അവസ്ഥകൾ. നമ്മുടെ വടക്കോട്ടൊക്കെ പൊക്കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്ത് നിങ്ങളൊക്കെ മാലിക്കദിനാറിൽ പോയപ്പോൾ കണ്ടെന്ന് പറഞ്ഞാൽ പന്തലിട്ട് വെച്ചിരിക്കുക ഖബറിൻ്റെ മുകളിൽ. രാവും പകലും ഖുർആൻ ഓതും അവിടെ ഇരുന്ന്. ഇവിടെ അങ്ങനെ കാണാറില്ല. വടക്കോട്ടൊക്കെ പൊക്കഴിഞ്ഞാൽ കാണാൻ പഠിച്ചവനെ രാത്രിയൊക്കെ ഇരുന്ന് ഖുർആൻ ഓതും. മാലിക്കദിനാറിൽ നമ്മൾ സിയാറത്ത് പോയത് രാത്രിയില്ലേ, ഏകദേശം 12-1 മണി എങ്ങാണ്ടായി. ഇങ്ങനെ നോക്കുമ്പോൾ 2 വിദ്യാർത്ഥികൾ അവിടെ ഇരിക്കുന്നുണ്ട്. ചോദിച്ചപ്പോൾ എന്തോ ഒരു പേര് പറഞ്ഞു, എനിക്ക് എന്താന്ന് ഓർമ്മയില്ല. പന്തൽ കെട്ടിയിട്ടിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഖുർആൻ ഓതുകയാ. അല്ലാഹുവേ, ഇതൊരു നല്ല കാര്യം. കാണാം, ഒരു ഹത്തമൊക്കെ ഖബറിന്റെ ചാരത്തിരുന്ന് രാവും പകലും. മക്കളിരിക്കാറില്ല, മക്കളാരും ഇരിക്കാറില്ല. പൈസ കൊടുത്ത് ആളെ നിർത്തിയിട്ട് ഓതും. പണ്ട് ഞാൻ എത്ര കോളേജിൽ പഠിക്കുമ്പോൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വണ്ടി വരും, ഞങ്ങളൊക്കെ പോകും. ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്. നമ്മളൊക്കെ പണ്ടൊക്കെ, ഇപ്പൊ ഇതൊക്കെ മാറി. പണ്ട് ഏതെങ്കിലും വീട്ടിൽ മരിച്ചു കഴിഞ്ഞാൽ ദറസോ മുത്തല്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വണ്ടി വരും, വിളിച്ചുകൊണ്ട് പോകും. അല്ലാഹു ആലം, പടച്ചോനെ, മയ്യത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഇരുത്തും. രാത്രിയൊക്കെ ഇരുന്ന് ഉറങ്ങി ഓതുക. മക്കളൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാം. വാപ്പാടെ മയ്യത്ത് അവിടെ വെച്ചിട്ട് കുറച്ച് മുത്തലിങ്ങളെ ഇരുത്തിയിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടൻ കാപ്പി കൊണ്ടുതരും. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ മനുഷ്യന്മാരല്ലേ, ഉറങ്ങി വീഴുമ്പോ ചില ആൾക്കാർ ഇങ്ങനെ ആക്കും, നമ്മളെ വിളിക്കുക. ചില പ്രായമുള്ളവര് നമ്മൾ ഉറങ്ങുമ്പോ എന്നാ ഉറങ്ങട്ടേടാ, സ്വന്തം മക്കളപ്പുറത്ത് കിടന്ന് ഉറങ്ങണം, കുഴപ്പമില്ല. മരിച്ചുപോയ വാപ്പാടെ മക്കൾ മുഴുവൻ അപ്പുറത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം. മുത്തല്ലിങ്ങൾ ഇരുന്ന് ഓതാ. നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ട്, ഇത് ആർക്കാള്ള ബോധന? അവർക്ക് പോലും ഇല്ലാത്ത സ്നേഹം നമുക്ക് ഒന്നാലോചിക്കേ. ഇപ്പൊ ആ കാലമൊക്കെ ഇപ്പൊ പിന്നെ ഒന്നും ഇല്ല, ഇപ്പൊ ഓതലൊന്നും ഇല്ല, ഇല്ലേ? ഇപ്പൊ അങ്ങനെ ഉണ്ടാ? മരിച്ച വീട്ടിൽ മക്കള് തന്നെ ഓതണില്ല, പിന്നല്ലേ മുത്തല്ലിങ്ങൾ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ കാണാം, മയ്യത്ത് അങ്ങോട്ട് എടുക്കാറാകുമ്പോഴത്തേക്ക് സീ മാറി. മയ്യത്ത് പൊതിഞ്ഞെടുക്കാറായി കഴിയുമ്പോൾ കുടുംബക്കാരൊക്കെ എല്ലാരും കൂടി എടുക്കാൻ പോട്ടോ, ഒരൊറ്റ വിളിയാ. ഓ,
അപ്പോഴാ സ്നേഹം എവിടുന്ന് വരുന്നെന്നറിയത്തില്ല. സുബ്ഹാനല്ലാഹ്, സ്നേഹം ആ സമയത്തൊരു സ്നേഹം കടന്ന് നിലവിളിക്കുക, അഭിനയിച്ച് കാണിക്കുക, വലിയ സ്നേഹമുണ്ടെന്ന് കാണിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയുള്ള നിലവിളി പെണ്ണുങ്ങളോട് പറയണം. മരിച്ച വീട്ടിൽ പ്രത്യേകിച്ച് മയ്യത്തി എടുക്കുന്ന സമയത്തുള്ള നിലവിളി അത് ദോഷം ചെയ്യും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണ വീട്ടിൽ കിടന്ന നിലവിളിക്കുന്നവരുണ്ടല്ലോ, മരിച്ച വീട്ടിൽ കിടന്ന് പൊട്ടിക്കരയലുണ്ടല്ലോ, അങ്ങനെ കരയുന്നവർ എന്നിൽപ്പെട്ടവരല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, അടുത്ത വിഭാഗമാരെന്നറിയുമോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിന്നാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എൻ്റെ പ്രിയമുള്ള മാതാപിതാക്കൾ കേൾക്കണേ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കേൾക്കണേ. അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഒരു വിഭാഗം ആൾക്കാർ എന്നിൽപ്പെട്ടവരല്ല എന്ന് മുത്തുനബി പറയുമ്പോ അവരാരെന്നറിയുമോ? മൻ തശബ്ബഹ ബിർറജുലി മിനൻ നിസാ. പെണ്ണിന്റെ രൂപം കെട്ടുന്ന ആണിന്റെ രൂപം കെട്ടുന്ന പെണ്ണ്, ആണും പെണ്ണും സാദൃശ്യമാകുന്നവരുണ്ടല്ലോ, അവരെന്നിൽ പെട്ടവരല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായിട്ടാണ് പറയുന്നത്, ആണിന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണ്, വസ്ത്രം ധരിക്കുന്ന പെണ്ണ്, പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണും പെണ്ണുമായിട്ട് സാദൃശ്യമാകുന്നവർ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇപ്പോ നിങ്ങൾ ആലോചിക്കുക, ഒരാണും ഒരു പെണ്ണും പോയാൽ ഇതിലെ ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ ഒരടയാളവുമില്ല. പുറകിൽ നിന്ന് നോക്കിയ കാരണം പടച്ചവനെ, പെണ്ണും ആണൊക്കെ ഇട്ടിരിക്കുന്ന വസ്ത്രം ഒന്ന് തന്നെയാണ്. ഈ മുടിയും കാണാൻ കണ്ടാ അറിയാൻ, മുടിയും പോയി, അതും പറയാൻ പറ്റത്തില്ലല്ലോ. പണ്ട് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അടയാളം മുടിയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ ആമ്പിള്ളാരും മുടിയിടാൻ തുടങ്ങി. എല്ലാം വരുന്നുണ്ട്. അടുത്ത ഹദീസ്, അല്ലാഹു കാക്കുമാറാകട്ടെ. മുടി വെട്ടിയിരിക്കണ വാപ്പമാരൊക്കെ ഇന്നുകൊണ്ട് മക്കളെ കൊണ്ടുപോയിട്ട് ഷഹാദത്ത് കലിമ പറയിപ്പിക്കേണ്ട അവസ്ഥയാ. അല്ലാഹു കാക്കുമാറാകട്ടെ. അടുത്ത വിഭാഗം കേട്ടോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആണിന്റെ കോലവല്ലേ ചില ചെറുപ്പക്കാര്, പെണ്ണുങ്ങളല്ലേ ഇപ്പൊ വളയിടുന്നത്? ആണോ? പെണ്ണുങ്ങൾ വളയിടും, മോതിരവിടും, അല്ലേ, ചെയിനിടും, അല്ലേ? നമ്മളോ കണ്ടിട്ടുണ്ടാ? എല്ലാ എണ്ണം വളയും മോതിരവും മോതിരമൊക്കെ ഇട്ട കുഴപ്പമൊന്നുമില്ല, ചെയിനൊക്കെ ഇട്ട് നടക്കുക ചെറുപ്പക്കാർ, വളയിടുക. ആണും പെണ്ണും ഒരേപോലെ. ജീൻസിന്റെ പാൻറ് തന്നെ ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും ഇടുക, ആമ്പിള്ളാരും ഇടും പെണ്ണുങ്ങളും ഇടും. ടീഷർട്ട്, അല്ലേ, കണ്ടാ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഉമ്മത്തെത്തിപ്പോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ക്ലോസറ്റിലൊക്കെയായി ഇപ്പം പടച്ചവനെ കേക്കിരിക്കുന്നത്. ആലോചിക്കും, ക്ലോസറ്റ് കേക്കിൻ്റെ കാലം. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉമ്മത്തിൻ്റെ അവസ്ഥ ചുമ്മാതല്ല കൊറോണ ഒന്നും മാറാത്തത്. ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചിലതിനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയാന്ന് തോന്നുന്നു. എന്തൊരു അഹങ്കാരമാ സമുദായത്തിൻ്റെ അവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കോലമറിയ ആണും പെണ്ണുമായിട്ട് ഒരിക്കലും ആണ് പെണ്ണിനെ പോലെ ആകാൻ പറ്റുമോ? പെണ്ണ് ആണിനെ പോലെ ആകാൻ പറ്റുമോ? ഒരിക്കലും ആകാൻ പറ്റത്തില്ല. പിന്നെ വസ്ത്രധാരണയിലും കോലത്തിലും അങ്ങനെ ആവാ. ഇപ്പൊ പെൺപിള്ളേരൊക്കെ മുടി വെട്ടിക്കളയുന്നവരുണ്ട്, പല പല മോഡലുകൾ. നമ്മുടെയൊക്കെ മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കെ. വാപ്പായ്ക്ക് തഴമ്പും താടിയൊക്കെ ഉണ്ട്, വലിയ ആൾക്കാരാ. സ്വന്തം പെമ്മക്കളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും വാപ്പമാരൊക്കെ വന്ന് വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങും, പടച്ചവനെ താടിയും ജുബ്ബയും ഒക്കെ ആയിരിക്കും. പുറകിൽ നിറങ്ങുന്നത് കടപ്പുറത്തിറങ്ങുന്ന പോലെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ വലിയ വലിയ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ ഹാജിയാര് വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന രംഗമെന്ന് കാണണം. പടച്ചവനെ സുബ്ഹാനല്ലാഹ്, സെക്രട്ടറിയും പ്രസിഡന്റും കമ്മിറ്റിക്കാരൊക്കെ ആയിരിക്കും, വലിയ അങ്ങോട്ട് ഇരിക്കും, വലിയ ഹാജിയാരെ എന്ന് വിളിക്കണം എല്ലാവരും. സ്വന്തം പെണ്ണുമ്പിള്ളയും മക്കളും പുറകിൽ നിന്ന് ജീൻസിന്റെ പാൻറ്റും ഇറങ്ങിയ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങി വരുന്നൊരു രംഗം. തലയിലും തുണിയില്ല, വയറും വെളി കാണിച്ചുകൊണ്ട് നടക്കുന്നൊരവസ്ഥ. ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് പറഞ്ഞു. അള്ളാഹുവിൻ്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവർ 3 വിഭാഗം. ഓരോ വാപ്പമാരും കേൾക്കണം, ഓരോ ഭർത്താക്കന്മാരും കേൾക്കണം. അള്ളാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവർ 3 വിഭാഗം. അവരോട് അള്ളാഹ് സംസാരിക്കാറില്ല, അവരുടെ മുഖത്ത് നോക്കാറില്ല, ഒരു പരിഗണനയും അള്ളാഹു കാണിക്കാറില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന കള്ളുകുടിയന്മാരല്ല, വ്യഭിചാരികളല്ല, പലിശ തിന്നുന്നവരല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞത് അവരാരെന്നറിയുമോ? വാപ്പമാരാ. ചില വാപ്പമാരാ. ഏത് വാപ്പമാരെന്നറിയുമോ? മക്കള് തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പമാരാ. അള്ളാന്റെ റസൂലാണ് പറയുന്നത്, നിസ്കരിക്കുന്ന വാപ്പ, ഖുർആൻ ഓതുന്ന വാപ്പ, വഅദ് കേൾക്കുന്ന വാപ്പ, ഏത് നല്ല കാര്യവും ചെയ്യുന്ന വാപ്പ, അള്ളാനെ ഭയന്ന് ജീവിക്കുന്ന സഹോദരാ, നീ അല്ലാഹുവേ നിന്റെ പെമ്മക്കളുണ്ടല്ലോ, നിന്റെ പൊന്നാര മക്കൾ എന്ത് വൃത്തികേട് ചെയ്താൽ നീ തിരുത്താറില്ലല്ലോ, നീ അതിന് കൂട്ടു നിൽക്കുന്നവനാണല്ലോ. നിന്നെ വെറുക്കുകയാ, അല്ല നിന്റെ മുഖത്ത് നോക്കില്ല. പരലോകത്തിലെ നശിച്ചവൻ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടച്ചവനെ മക്കൾക്ക് കീറി പറഞ്ഞ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന പിതാവേ, ടൈറ്റായ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ഉപ്പ, പടച്ചവനെ എന്തേ നിന്റെ പെമ്മക്കൾക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാത്തത്? ഫർദ എന്തേ? ആയിഷ ബീബി ധരിച്ചതല്ലോ, ഫാത്തിമ ബീബി ധരിച്ചതല്ലോ, മൈമൂന ധരിച്ചതല്ലോ, നഫീസ ധരിച്ചതല്ലേ, ദിന്നൂരിൽ മിസ്രിയ ധരിച്ചതല്ലേ, എത്രയോ മഹദിമാര് അല്ല ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് ധരിച്ച ഫർദയുണ്ടല്ലോ. എന്തേ നിന്റെ പൊന്നുമക്കൾക്ക് നീ വാങ്ങിക്കൊടുക്കാത്തത്? ഇന്ന് കല്യാണ വീടുകളിൽ പോകുമ്പോ സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ ക്ലാസ് കേൾക്കാൻ വരുമ്പോ മാത്രം ഒരു ഫർദ. പടച്ചവനെ, വഅദിന്റെ സദസ്സിൽ വരുമ്പോ ഫർദ, പക്ഷേ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോ ഈ ഫർദ ഇല്ലല്ലോ. ചുരിദാർ ധരിച്ചുകൊണ്ട്, സാരി ഇട്ടുകൊണ്ട്, പടച്ചവനെ എന്തൊരവസ്ഥ എന്നറിയുമോ? എന്തേ സഹോദരാ, അല്ല നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ആണിന്റെ രൂപം കെട്ടുന്ന പെണ്ണ്, പെണ്ണിന്റെ രൂപം കെട്ടുന്ന ആള്, അവര് എന്റെ വിഭാഗത്തിൽ പെട്ടവരല്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, പടച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കൂ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കൂ. പടച്ച റബ്ബുണ്ടെന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും കടന്നു വരട്ടെ. കല്യാണ വീതാ, നിന്റെ കുടുംബത്തിൽ ഒരു കല്യാണം വന്നാൽ, ഒരു കുടുംബത്തിന്റെ ദീൻ അറിയണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരണം. നമ്മുടെ മനസ്സിലുണ്ട എല്ലാം തകർന്നു പോകും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. പടച്ചവനെ ഇല്ലേ, പള്ളിയിൽ വരുമ്പോ ക്ലാസ് കേൾക്കാൻ വരുമ്പോ ഫർദ, എങ്ങനെ അത് എടുത്തോണ്ട് വരുമോ? കഴുകി വെളുപ്പിച്ചിട്ടേക്ക് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പള്ളിയിൽ വരുമ്പോ ഫർദ, വയലിന് വരുമ്പോ ഫർദ, ക്ലാസ്സിന് വരുമ്പോ ഫർദ, കല്യാണ വീട്ടിൽ പോകുമ്പോ എത്ര നിങ്ങളൊക്കെ ആഡിറ്റോറിയത്തിൽ പോകും, എത്ര ഫർദ ഇട്ട പെണ്ണുങ്ങളെ കാണാം. ഒന്നുമില്ലപ്പ, എല്ലാം അങ്ങിട്ട് സാരിയൊക്കെ ഉടുത്തിയിട്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 3 ഭാര്യമാരെ ഇഷ്ടമായിരുന്നില്ല. 3 ഭാര്യമാരെ ഇഷ്ടമായിരുന്നില്ല. ഇത് പറയുമ്പോ ഇന്ന് വീട്ടിൽ പോയിട്ട് പറയണം കേട്ടാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 1, നേരെ ഇരിക്ക്, ഷോക്ക് വേണ്ട. നേരെ ഇരുന്നില്ല, ഷോക്കണ്ണനൊക്കെ നേരെ ഇരിക്കുക. എല്ലാവരും നേരെ ഇരുന്നല്ലോ, ഇൻഷാ അല്ലാഹ്. 3 ഭാര്യമാരെ പ്രവാചകൻ ഇഷ്ടമായിരുന്നില്ല എന്ന്. ഒന്നാമത്തെ ഭാര്യ മൈലാഞ്ചി ഇടാത്ത ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തിടാത്ത ഭാര്യ? മൈലാഞ്ചി. നിങ്ങളുടെ പെണ്ണുമ്പിള്ള ഇടാറുണ്ടോ? ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? മൈലാഞ്ചി ഇട്ട് കണ്ടിട്ടുണ്ടോ? കല്യാണത്തിൻ്റെ അന്ന് ഇട്ടതാ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ആരുടെയെങ്കിലും കല്യാണം വരണം, അപ്പം മൈലാഞ്ചി ഇടും. സുറുമ, കണ്ണിൽ സുറുമ തേക്കാത്ത പെണ്ണിനെ, ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഭാര്യ സുറുമയിട്ട് കണ്ടിട്ടുണ്ടോ? മരിക്കണം ഇടണമെങ്കിൽ വല്ലവനും. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ, നിങ്ങൾ ഹദീസിന്റെ കിതാബ് എടുത്ത് നോക്ക്. ഒരുങ്ങി വരാത്ത ഭാര്യ. നമ്മളൊക്കെ കഷ്ടപ്പെടും, വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പൈസ കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ പറയും, എനിക്ക് സ്വർണം വേണം, വാങ്ങിച്ചു കൊടുക്കും, ഇല്ലേ? ഭാര്യ പറയുന്നു, എനിക്ക് സാരി വേണം, വാങ്ങിച്ചു കൊടുക്കും. അവള് ചോദിക്കുന്നത് മുഴുവനും നമ്മൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. എന്നാൽ നീ ഇന്ന് വരെ ഇതിട്ട് നിന്റെ ഭാര്യയെ കണ്ടിട്ടുണ്ടോ?
ഞാൻ എൻ്റെ ഭാര്യ ചോദിക്കുന്ന സ്വർണം വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു സാരി ഉടുത്തണം. അവൾ വെറുതെ ഇടുന്നേ, സാരി ഉടുത്തണം. സാരി ഉടുത്തണോ? ഞാൻ വാങ്ങിത്തരാം, പക്ഷേ എവിടെ ഉടുത്തണം അത് ഞാൻ തീരുമാനിക്കണം. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സ്വർണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വർണം കാണിക്കേണ്ടത് ആരെയാ? ഏതെങ്കിലും ഒരു രാത്രി നിന്റെ ആമിന സാരി ഉടുത്തി സ്വർണം ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടോ നിന്റെ കടപ്പറയിൽ? അത് നിനക്കുള്ളതല്ല, നാട്ടുകാർക്കുള്ളതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉള്ളതല്ലേ? നമ്മുടെ മുന്നിൽ വരുമ്പോ ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിക്കൊടുത്ത സ്വർണം, ആ സ്വർണം എൻ്റെ ഭാര്യ ഒരിക്കലെങ്കിലും എൻ്റെ മുന്നിൽ ഇട്ടുകൊണ്ട് വരണ്ടേ? അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കാതെ മൊത്തം. അത് വല്ല കല്യാണ വീട്ടിൽ പോകോ, നമ്മുടെ മുന്നിൽ വരുമ്പോ ഒരു കൂറ മാക്സി ഇട്ട് കരിയൊക്കെ വെച്ച് തേച്ച് സുഖാണ്. വെളിയിലോട്ട് ഇറങ്ങുമ്പോഴോ കുളിച്ച് ഒരുങ്ങി മനോഹരമായിട്ട് മുല്ലപ്പൂവൊക്കെ ഇട്ട് അവിടെ 3-4 കയ്യിൽ എല്ലാം എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക. എവിടെ പോവാ? നാട്ടുകാരനെ കാണിക്കാൻ, സ്വന്തം ഭർത്താവിനെ കാണിക്കാൻ. സ്വന്തം ചങ്ങാതി നിന്റെ മുന്നിൽ വരുമ്പോഴാണ് നിന്റെ ഭാര്യ ഒരുങ്ങേണ്ടത്. നിന്റെ മുന്നിൽ വരുമ്പോ പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല എന്തുകൊണ്ടാ കണ്ടവന്റെ അയൽവാസിയുടെ പെണ്ണുമ്പിള്ള തേടി പോകുന്നത്. എന്തുകൊണ്ടാ ഉസ്താദെ? എൻ്റെ ഇക്കാക്ക് പല പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് ഉസ്താദെ. ഞാൻ ചിരിക്കുക. കാരണം എന്തേ? ഞാൻ ഒരിക്കലും ഭർത്താവിനെ കുറ്റം പറയൂല. ഇവള് നേരെയാകാത്തതുകൊണ്ടല്ലേ. പല പെണ്ണുങ്ങളുടെയും പരാതി ഭർത്താവിന് വേറെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ടാകാനുള്ള കാരണം കണ്ടവന്റെ ഭാര്യയെ കണ്ടപ്പോ ആഗ്രഹം തോന്നാൻ കാരണം നീ നേരെയാകാത്തത് കൊണ്ടാ. നീ കൂറ മാക്സി ഇട്ടുകൊണ്ട് എന്തിനാ? നീ നല്ലതുപോലെ ഒരുങ്ങിക്കെട്ടി ഒരിക്കലെങ്കിലും ഒന്ന് സാരിയൊക്കെ ധരിച്ച് സ്വർണമൊക്കെ ഇട്ടുകൊണ്ട് കല്യാണ വീട്ടിൽ പോകുന്നത് പോലെ ഒരു രാത്രി നിന്റെ ഭർത്താവിന്റെ മുന്നിൽ പോ. കണ്ണും തള്ളിയിരിക്കും. അല്ലാഹു ഹൂറിലീങ്ങൾ വല്ല ഇറങ്ങിയോ? ഇതെന്റെ ആമിനാണോ, ഇതെന്റെ സുമയ്യാണോ എന്ന അത്ഭുതത്തോടു കൂടി ഭർത്താവ് തന്നെ നോക്കുക ഇതെന്താ സംഭവിച്ചതെന്ന്. അതുകൊണ്ട് ആദ്യം പോയിട്ട് പെണ്ണുമ്പിള്ളക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറ ഈമാൻ പോയിട്ട് പറഞ്ഞുകൊട്. ഹരി, സ്വർണം ഞാൻ മേടിച്ചു എന്നത് അലമാരിക്കകത്ത് വെക്കാനല്ല, എനിക്ക് കാണണം. ഭാര്യക്ക് ഞാൻ പറയുന്നില്ല, ഭാര്യക്ക് നിങ്ങളുടെ ഭാര്യമാർക്ക് ജീൻസിന്റെ പാൻറ്റും ടീഷർട്ടും ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്ക്. നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. കൊടുത്തിട്ട് പറയണം എവിടെ ധരിക്കണം? ബെഡ്റൂമിൻ്റെ അകത്ത് വാതിലടച്ചിട്ട് ഭാര്യയോട് പറയണം നീ ധരിച്ചോ, സാരി നീ ഉടുത്തിക്കോ, എനിക്ക് കാണാനുള്ളതാണ്, ഈ നാട്ടുകാർക്കുള്ളതല്ല. നാട്ടുകാരുടെ പുറത്തിറങ്ങുമ്പോൾ നീ മറച്ചുകൊണ്ടിറങ്ങണം. ഇതിനകത്ത് അള്ളാഹു ഹലാലാക്കി. അങ്ങനെ ചെയ്യേണ്ടത്. ഇത് നേരെ തിരിച്ച് അവിടെ എല്ലാം മറച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ മറയ്ക്ക്, പുറത്തിറങ്ങിയാൽ തുറക്കും. എന്താ അവസ്ഥ? ഒന്നും പറയാൻ പറ്റത്തില്ല. ലൈവാ പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് പോയി കിടക്കേണ്ട വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. കാരണം ക്ലിപ്പ് എവിടെ ഇറങ്ങണമെന്ന് അറിയത്തില്ലപ്പ. അതാണ് അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. സ്നേഹിക്കണം. നമ്മൾ ഇതൊക്കെയാണ് ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത്. ഇന്നും ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ മകളുടെ ജീവിതം വളരെ പ്രയാസമാണ്, അള്ളാഹു അവർക്ക് നല്ല ജീവിതം കൊടുക്കുമാറാകട്ടെ. ഒരു 5 മിനിറ്റ് മാറ്റിവെക്കണം. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളുടെ പരാതി എന്തെന്നറിയോ? ഭർത്താവ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളത്. ഒരു 5 മിനിറ്റ് മാറ്റി വെക്കും മനുഷ്യ. ആ സാധുവിന് എന്താ പറയേണ്ടത് എന്നൊന്ന് കേക്ക്. നിങ്ങളുടെ ഭാര്യമാർക്ക് എന്തോ പറയാനുണ്ട്. ആ പറയുന്നത് എന്താണെന്ന് മൊബൈൽ ഓഫാക്കി വെച്ചിട്ട്, അതാണ് ഒരു പ്രഭാഷകൻ പറഞ്ഞെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഫോൺ ഓഫാക്കി വെച്ചിട്ട് കയറി പോകണമെന്നാണ് അയാൾ പറയണത്. ഒരു കൗൺസിൽ നടത്തുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വേണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. നിങ്ങളുടെ പരാതിയ വീട്ടിൽ കയറി ചെന്ന ഭാര്യ പരിഗണിക്കുന്നില്ല, അവളെ ദേഷ്യപ്പെടുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്യോ? ഉറക്കപ്പറ ഇൻഷാ അല്ലാഹ്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക. നീ വിളിക്കണോ? വെളിയിൽ നിന്ന് വിളിച്ചോ, എത്ര നേരം വേണമെങ്കിൽ. ആരെയൊക്കെ ഫോൺ വിളിക്കാനുണ്ടോ നീ വീടിന്റെ പുറത്ത് നിന്ന്, ഗേറ്റിന്റെ പുറത്ത് നിന്ന് നാട്ടുകാരെ മുഴുവനും വിളിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിന്റെ ഫോൺ ഓഫാക്കി എവിടെങ്കിലും കൊണ്ടുപോയി. കാരണം ഇതങ്ങനല്ല, അങ്ങോട്ട് കയറുമ്പോൾ ഈ സാധനം കൈവച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് നിന്റെ ഭാര്യയ്ക്ക് പറയാൻ പലതും കാണും. നീ രാവിലെ ഇറങ്ങിപ്പോയതാ, വൈകിട്ട് വീട്ടിലേക്ക് പോകാം, തിരക്കായത് കാരണം നിന്റെ ഭാര്യ വിളിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ വൈകുന്നേരം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരാദ്യം ആ കയറി ചെല്ലുന്ന ഒരു 10 മിനിറ്റ് ആര് വിളിച്ചാലും ഫോൺ എടുക്കരുത്, ഓഫാക്കി വെക്കണം. ഒരു 10 മിനിറ്റ് നീ കഴിഞ്ഞിട്ട് നീ ഓണാക്കി നോക്ക്. ഒരു ദിവസമെങ്കിലും നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക്. അന്ന് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.
തരുമാറാകട്ടെ. എന്തിന്? അന്ന് മക്കളോട് അല്പനേരം ഇരിക്ക്. ഭാര്യ എടുത്തു പോയിരുന്നിട്ട് അവക്ക് പറയാൻ, വാ ആമിന നീ വാ, എന്താ അടുത്ത് വിളിച്ചിരുത്തി, എന്തേടി വിശേഷം ഇന്നത്തെ ദിവസം, എന്തേ? അള്ളാഹു ഒന്ന് ചോദിച്ചു നോക്കൂ സഹോദര. ഞാൻ ഒരൊറ്റ ദിവസം പറയുന്നു, നിങ്ങൾ ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് കയറി ചെല്ല്, അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ ഫോൺ എവിടെങ്കിലും കൊണ്ട് ഓഫാക്കി വെച്ചിട്ട് ഒരല്പനേരം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, കുളിക്കുന്നതിന് മുമ്പ് ഭാര്യയെ വിളിച്ച്, വാ നീ ഇവിടെ വന്ന് അടുത്തിരിക്ക്, എന്താ എന്ത് സംഭവം എന്താ, ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിച്ചു നോക്കിയേ. അവർക്ക് സ്വർഗം കിട്ടിയ സന്തോഷം. കാരണം അവർക്ക് പറയാൻ വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ഭാര്യ, പടച്ചവനെ, ഭാര്യ ഹിജ്റ ചെയ്ത് വരുന്നവളാ. അവൾ ആദരിക്കൽ നമ്മുടെ ബാധ്യതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബിയും സ്വഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. നിന്റെ ഭാര്യ അവളുടെ വീട്ടിൽ നിന്ന് അവളുടെ വാപ്പ, അവളുടെ ഉമ്മ, അവളുടെ വീട്, അവളുടെ കൂടപ്പിറപ്പ്, അവളുടെ കുടുംബക്കാര്, അവളുടെ കൂട്ടുകാര് സർവ്വതും വിട്ടിട്ട് ആരുമില്ലാത്ത ഒറ്റയ്ക്ക് നിന്റെ വീട്ടിൽ വന്നവളാ നിന്റെ ഭാര്യ. അവൾ ആദരിക്കണമെന്ന് നബിയിന റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സാദൃശ്യമാവുക ആണും പെണ്ണും. അങ്ങനെയുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കെ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് എണ്ണി പറയുന്ന 6ാമത്തെ വിഭാഗമാരെന്നറിയുമോ? റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ, അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മളല്ലാത്തവരെ, മുത്തുനബി അല്ലാത്തവരെ അനുകരിക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നമ്മ അല്ലാത്തവരെ അനുകരിച്ചവനുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനെയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. ആ പ്രവാചകൻ നമ്മുടെ നേതാവാണല്ലോ. നേതാവ് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ ജീവിക്കണം, ഒരു മുസ്ലിമിന് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് മുത്തുനബി സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് പടച്ചവനെ ജീവിക്കേണ്ടതെന്ന് റസൂലുള്ളാഹി പറഞ്ഞു തരാത്ത ഒരു കാര്യമില്ലല്ലോ. എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചു തന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ. പ്രവാചകനിൽ ശരിയില്ലാത്ത ഒരു കാര്യവുമില്ലല്ലോ. എങ്ങനെ എന്ത് ചെയ്യണമെന്ന് നിന്റെ ദീൻ പഠിപ്പിച്ചു തന്നതുപോലെ, നിന്റെ നേതാവ് പഠിപ്പിച്ചു തന്നതുപോലെ ലോകത്ത് ഒരു നേതാവും പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്തുകൊണ്ടാണ് മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ പ്രവാചകൻ എങ്ങനെ ഇരിക്കുമെന്ന് പോലും നമുക്കറിയില്ല. എന്നാലും മുഹമ്മദുർ റസൂലുള്ളാഹ് ആ പേര് പറഞ്ഞ അറിയാതെ സ്വലാത്ത് നമ്മുടെ നാവിലേക്ക് കടന്നു വരികയാ. മുഹമ്മദ് പേര് കേട്ടാൽ അറിയാതെ സ്വലാത്ത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരും. ആ മുത്തുനബിയെ കുറിച്ച് പറയുമ്പോ നമുക്ക് 100 നാവാ. ആ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞാ നമ്മുടെ കണ്ണ് നിറയുമല്ലോ. ലോകത്ത് മുഴുവൻ പേരും അത്ഭുതപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് ഇവര് മുഹമ്മദിനെ സ്നേഹിക്കുന്നത്? ഇതുപോലെ മുഹമ്മദിന് ഒരാളും ഒരു നേതാവിനെയും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ലല്ലോ. അല്ലാഹുവേ, ഏതോ പാവപ്പെട്ടവനും മുത്തുനബിയെ ഇഷ്ടപ്പെടുകയാ. അതിന്റെ കാരണം ആ പ്രവാചകനിൽ ചര്യയില്ലാത്ത ഒരു കാര്യവുമില്ല. എങ്ങനെയാണ് രാജ്യം ഭരിക്കേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എന്ത് പറഞ്ഞുകൊണ്ടാണ് കഴിക്കേണ്ടത്, എവിടെ നിന്നാണ് കഴിക്കേണ്ടത്, എങ്ങനെ ഇരുന്നാണ് കഴിക്കേണ്ടത്, പടച്ചവനെ എന്തെല്ലാം ചെയ്യണമെന്ന് ഒരു ഭക്ഷണം കഴിക്കുമ്പോ, എന്തിനാണ് ടോയ്ലറ്റിൽ കയറുമ്പോ എന്ത് പറഞ്ഞുകൊണ്ട് കയറണം, ഏത് കാലി വെച്ചുകൊണ്ട് കയറണം, എന്ത് കൊണ്ടുപോകാൻ പാടില്ല, ബാത്റൂമിൽ ഇരിക്കുമ്പോ എങ്ങനെ ഇരിക്കണമെന്ന് നിന്റെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. ഏത് കാലിനെ ആശ്രയിച്ചാണ് ഇരിക്കേണ്ടത്, ഏത് സൈഡ് ചരിഞ്ഞാണ് ഇരിക്കേണ്ടത്, നിന്റെ നേതാവ് നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തിനു വേണം ഒരു ഭാര്യ തന്റെ ഭർത്താവുമായി, ഭർത്താവും ഭാര്യയും കിടപ്പറയിൽ ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും നീ എന്തു പറയണം, നീ എന്തൊക്കെ പാടില്ല, എന്തൊക്കെ ചെയ്യണമെന്ന് പടച്ചവനെ അവിടെ പോലും നിയമം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഏത്
വിഷയം എടുത്തു നോക്കിയാലും പ്രവാചകനിൽ മാതൃകയില്ലാത്ത ഒരു കാര്യവും ഈ ദുനിയാവിലില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഏത് കാര്യം രാജ്യം ഭരിക്കേണ്ടത് എങ്ങനെ ഭരിച്ച് കാണിച്ചു തന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ബാത്റൂമിൽ കയറാ, ഏത് കാല് വെച്ച് കയറണം? ഇടത് കാല് വെച്ച് കയറണം. അതിനകത്ത് കയറുമ്പോ എന്ത് കൊണ്ടുപോകാൻ പാടില്ല? അള്ളാഹുടെ അറബി നാമങ്ങളൊന്നും, അറബി എഴുതിയതൊന്നും കൊണ്ടുപോകാൻ പാടില്ല. ബാത്റൂമിൽ കയറിയാൽ ഏത് കാലിനെ ആശ്രയിച്ചിരിക്കണം? ഇത് വേറെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുക കിടപ്പറയിൽ. ആ കിടപ്പറയിൽ ബന്ധപ്പെടുമ്പോൾ എന്തു പറയണം, എന്തു ദുആ ചെയ്യണം, എങ്ങനെ നിങ്ങൾ ഭാര്യയുടെ ഔറത്ത് കാണാൻ പാടുണ്ടോ? എൻ്റെ ഭാര്യയുടെ ഔറത്ത് എനിക്ക് കാണാമെന്ന് പറഞ്ഞിട്ട് കാണാം, ഔറത്ത് പോലും നേരെ ചൊവ്വ കാണാൻ നോക്കാൻ പാടില്ല എന്നാ. അതുകൊണ്ടാണ് ലൈറ്റ് അണച്ചിട്ടൊക്കെ. ലൈറ്റൊന്നും ഇല്ലല്ലോ അപ്പോൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാ. എല്ലാം പരസ്യമായിട്ടല്ലേ. ഹദീസ് എടുത്തു നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഔറത്ത് ഒരൊറ്റ ഭാര്യയും കണ്ടിട്ടില്ല. ഒരൊറ്റ ഭാര്യമാര് പോലും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, നിങ്ങൾക്ക് ചില ഉസ്താദന്മാരുടെ ക്ലാസ്സുകളുണ്ട്, അതൊക്കെ കേട്ട് പഠിക്കണം. ചെറുപ്പക്കാരൊക്കെ നിങ്ങൾക്ക് പഠിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കുടുംബജീവിതത്തിൽ, ദാമ്പത്തിക ജീവിതത്തിൽ, മണിയറയിലെ ജീവിതത്തിൽ, ബെഡ്റൂമിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിലുണ്ടാകുന്ന നഷ്ടങ്ങൾ, അതിലുണ്ടാകുന്ന പാപങ്ങൾ, ദ്രോഹങ്ങൾ എത്രയോ ഉണ്ട്. അതൊക്കെ ഉസ്താദന്മാർ, അതൊക്കെ നമുക്ക് പച്ചയായിട്ട് പറയാൻ കഴിയില്ല. അതൊക്കെ കേൾക്കണമെങ്കിൽ ചില ഉസ്താദന്മാരുടെ ഒക്കെ വയലുകളുണ്ട് പ്രത്യേകമായിട്ട്. അതൊക്കെ ഇരുന്ന് പഠിക്കണം. ഭാര്യയും ഭർത്താവും തമ്മിൽ കേൾക്കേണ്ട, ഒരുമിച്ചിരുന്ന് കേൾക്കേണ്ട ചില പ്രസംഗങ്ങളുണ്ട്. അതൊക്കെ കേട്ടിട്ട് ചെയ്യാൻ പാടില്ലാത്തതും പാടുള്ളതുമുണ്ട്. എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യുന്നത് ശരിയാണോ, പാപമാണോ, തെറ്റാണോ, ഇതൊക്കെ ഉണ്ട്, പഠിക്കണം കുടുംബജീവിതത്തിലും. ഇതെല്ലാം അള്ളാന്റെ ദീൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്റെ ചര്യയല്ലാത്തത് വേറെ ആരെങ്കിലും പിൻപറ്റിയാൽ, അവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസ് ഞാൻ പറയാ, വലാ തഖുസുറു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, തലയുടെ മൂന്നറ്റവും നിങ്ങൾ മുറിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടി എങ്ങനെ? ഇന്നത്തെ കുട്ടികളുടെ മുടിവെട്ടൽ അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങനെ വെട്ട 3 ഭാഗം മാത്രം. അതെങ്ങനെ പട്ടി കടിച്ചതുപോലെ ഇങ്ങനെ മിശയും വെച്ചങ്ങിട്ട് പിടിക്കുക. ഇവിടെ ഇങ്ങനെ കിളിയുടെ കൂട് പോലെ കുറച്ചിടുക. അള്ളാന്റെ ദീനെടുത്ത് നോക്ക്, ഇസ്ലാമിന്റെ നിയമം എടുത്ത് നിങ്ങൾ നോക്ക്. തബറാനിയിലെ ഹദീസ് കാണാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുടി ഇങ്ങനെ വളർത്തുകയാണെങ്കിൽ ഞാൻ പറയുന്നത് വളർത്തിക്കോ, ഉമ്മാനെ പോലെ വളർത്തിക്കോ. മുടി വളർത്താം, ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, സുന്നത്ത. മുടി വളർത്താം. എങ്ങനെ വളർത്തിക്കോണം? മൊത്തം ഉമ്മായെ പോലെ അങ്ങ് വളർത്തിക്കോണം. പടി വെട്ടാൻ പാടില്ല. മുടി എവിടെന്ന് പിടിച്ചു നോക്കിയാലും ഒരേ നീളം, എവിടെന്ന് പിടിച്ചു നോക്കിയാലും ഒരേ നീളം. അല്ലാതെ നിനക്ക് ഈ സൈഡ് മൊത്തവും പറ്റയും വെട്ടി, ഈ സൈഡ് മൊത്തവും പറ്റ വെട്ടി, ഇവിടെയും വെട്ടിയിട്ട് കൂട് കെട്ടാൻ പാടില്ല. കുരുവിയുടെ കൂട്. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ കോലം അങ്ങനെ. ചെറിയ മക്കൾ പോലും. എൻ്റെ സിനാനും പറയിടയ്ക്ക് മറ്റേ മുടി എന്താ അങ്ങനെ മുകളിലോട്ട് വെക്കണം? എന്താപ്പാ, എന്താടാ എങ്ങനെ പറയാൻ മുടിക്ക്? സ്പ്രൈറ്റാ? എന്താടാ സാജിദ പറടാ? അവനറിയത്തില്ല, അല്ലാഹു അലം. ആർക്കും അറിയത്തില്ല. എന്താപ്പാ മുടിയില്ല? എന്ത് കുട്ടികള് മുകളിലേക്ക് ഇങ്ങനെ മുടി വെക്കുന്നതിന് എന്താ പറയാ? എന്തോ പറയല്ലോ, സ്പ്രൈറ്റ് എന്നോ സ്വീറ്റ് എന്നോ എന്തോ പറയും. ശരി, എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകാം. ഇന്നത്തെ കുട്ടികൾ, എൻ്റെ മകൻ ഇങ്ങനെ, കാരണം അതാ ചെറിയ കുട്ടിയാണ്, 1ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോഴും അല്ലേ നാസറണ്ണ മുടിയൊക്കെ മക്കളെ കേട്ടാ സൂക്ഷിക്കണം. നാസറണ്ണൻ്റെ മോൻ എനിക്ക് വലിയ അത്ഭുതമായിപ്പോയി. ഞാൻ ഈ അടുത്തൊരു വഴുതി ഞാനിങ്ങനെ പറഞ്ഞു, അധികാരം അള്ളാഹു കൊടുക്കും. അധികാരം കൊടുക്കുമ്പോൾ ചിലരെന്ത് ചെയ്യും? അധികാരം കൊണ്ട് വലിയവരാകും. അള്ളാഹു അധികാരം കൊടുത്തിട്ട് ചിലരെ, ഇപ്പൊ ഞാനിങ്ങനെ നാസറണ്ണല്ലേ പറഞ്ഞേ, ഓനല്ലേ പറഞ്ഞത് ഡോക്ടർ അബ്ദുൽ കലാമിനെ പോലെ ആവണമെന്നില്ലേ? എനിക്ക് വലിയ അത്ഭുതം തോന്നി. അവൻ തന്നെ പറഞ്ഞത്, എനിക്ക് ഡോക്ടർ അബ്ദുൽ കലാം അയാളെ പോലെ ആകണമെന്ന്. ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്നില്ല ആ മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന് എല്ലാവരും കണ്ടിട്ടില്ലെങ്കിലും അവന്റെ ഹൃദയത്തിൽ പോലും അദ്ദേഹത്തെ കുറിച്ചൊരു മതിപ്പുണ്ടായി. എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ചോ ഒന്നാലോചിക്കേ, അള്ളാഹു അധികാരം കൊടുത്തു, അവസാനം നാണം കെട്ട് വൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട വന്നു. അപ്പൊ അവന്, നീ ആചങ്ങാതി ഒന്നും ആവണ്ട, നീ ഹാഫിളായാൽ മതി കേട്ടടാ, ഇൻഷാ അല്ലാഹ് ഹാഫിളായ ഒരു ശാസ്ത്രജ്ഞനാവും നീ കേട്ടാ. നിനക്ക് ആവണ്ടെന്നല്ല,
അബ്ദുൽ കലാമിനെ പോലെ ആകണമെങ്കിൽ ഹാഫിദായിട്ടാകണം. അള്ളാഹിന്റെ ഖുർആൻ ഹൃദയത്തിലുള്ള ഒരു എഞ്ചിനീയർ, ഒരു ഡോക്ടർ, ഒരു കളക്ടർ, അതൊക്കെയാണ് നമ്മുടെ ഇസ്സത്ത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു അവനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മകനായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളുടെ മുടി അവിടെ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. എല്ലാ ഭാഗങ്ങളും ഒരുപോലെയാകുന്ന രീതിയിൽ, അല്ലാതെ ജൂതന്മാരുടെ രൂപം നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്താണ് ഞാനും നിങ്ങളും ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടത്. അല്ലാതെ ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മീശ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മീശ പറ്റ വെട്ടുക, താടി നിങ്ങൾ നീട്ടി വളർത്തുക, മുടി നിങ്ങൾ വെട്ടി ഒതുക്കി വെക്കുക, ഇതെന്റെ സുന്നത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നല്ലതുപോലെ സൂക്ഷിക്കുക. അതുകൊണ്ട് ഏതൊരു കാര്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റാൻ പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 7 കാര്യങ്ങൾ നമ്മൾ എണ്ണിപ്പടിച്ചു. 1, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഞ്ചിക്കുന്നവൻ എൻ്റെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2, മീശ വടിക്കുന്നവൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മീശ വടിച്ചു കളയരുത്, മീശ വളർത്തിക്കൊണ്ട് നടക്കരുത്. മീശ വെട്ടണം, വെട്ടി ഒതുക്കി വെക്കണം, മീശ വെട്ടി ഒതുക്കണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മീശ വളർത്താനല്ല പറഞ്ഞത്, വെട്ടി ഒതുക്കാത്തവൻ, വടിക്കുന്നവൻ, അവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3, മയ്യത്തിന്റെ മുന്നിലിരുന്നു കൊണ്ട് അട്ടഹസിച്ച് നിലവിളിച്ച് കരയുന്നവൻ, അവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല. 4, ആണിന്റെ രൂപം കെട്ടുന്ന പെണ്ണ്, പെണ്ണിന്റെ രൂപം കെട്ടുന്ന ആണ്, അവൻ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവനല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ ചര്യയല്ലാതെ മറ്റുള്ള ചര്യ ജീവിതത്തിൽ പിൻപറ്റുക. പ്രവാചകന്റെ ചര്യയല്ലാതെ മറ്റുള്ള ചര്യകൾ ജീവിതത്തിൽ പിൻപറ്റുക. നേതാവായിട്ടും മറ്റു പലരെയും കൊണ്ടു നടക്കുക, മോഡലായിട്ട് റോൾ മോഡലായി മറ്റു പലരെയും. എൻ്റെ ചെറുപ്പക്കാരാ, സ്വഹാബത്തിന്റെ ചരിത്രം എടുത്തു നോക്ക്. നിനക്ക് മോഡലാക്കാൻ പറ്റിയ എത്രയോ സ്വഹാബത്ത്, മിസ്അബ് റളിയല്ലാഹു തആല അൻഹു, ഉമൈർ റളിയല്ലാഹു തആല അൻഹു, ഇങ്ങനെ തുടങ്ങുന്ന 100 കണക്കിന് സ്വഹാബത്തിന്റെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് മോഡലാക്കാനുണ്ട്. അവരുടെ ചരിത്രങ്ങൾ പഠിക്ക്, വായിക്ക്, അവരുടെ ജീവിതം പിൻപറ്റ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നടത്തതായി പറയുകയാണ്, വിവാഹം കഴിക്കാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതുകൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, അൻആയിഷ റളിയല്ലാഹു തആല അൻഹാ ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നികാഹു മിൻ സുന്നതി ഫമൻ ലം യഫ്അലു ബിസുന്നതി ഫലൈസ മിന്നി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, വിവാഹം കഴിക്കാത്തവൻ വിവാഹം കഴിക്കുന്നത് എന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, വിവാഹം കഴിക്കാതെ നടക്കുന്നവന് എന്റെ വിഭാഗത്തിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിവാഹം കഴിക്കണം, അത് എന്റെ സുന്നത്താ. വിവാഹം കഴിക്കാത്തവൻ എന്റെ കൂട്ടത്തിൽ പെട്ടവനല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചെറുപ്പക്കാരൊക്കെ കണ്ണു തള്ളി കെട്ടേണ്ട സമയത്ത് കെട്ടാതെ നടക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിക്കണം. ചിലരുണ്ട് കെട്ടാറില്ല. ചിലര് വിവാഹം കഴിക്കാത്തതിന് ചില കാരണങ്ങളുണ്ട്, അത് പോകട്ടെ. ചില കാരണങ്ങൾ, ചിലപ്പോൾ ഭാര്യയെ പോറ്റാൻ കഴിവില്ലാത്തവർ കാണാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവർ കാണാം. പക്ഷെ ആരോഗ്യമുണ്ട്, കെട്ടാറില്ല. ഇങ്ങനെ നടക്കണം. 25ആയി, 28ആയി, 30ആയി, 33ആയി, 35ആയി, 38ആയി, 40ആയി, ഇങ്ങനെ നടക്കാം പെണ്ണ് കെട്ടാതെ. ഞാൻ പെണ്ണ് കെട്ടുന്നില്ല, ഒറ്റയ്ക്ക് ജീവിക്കുക. അവൻ ഇസ്ലാമിൽ, അവൻ മുസ്ലിമീങ്ങളിൽ മുത്തുനബിയുടെ വിഭാഗത്തിൽ പെട്ടവനല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെണ്ണ് കെട്ടണ്ടേ?
കെട്ടണ്ടേ? കെട്ടിയ നിങ്ങളിനി എന്ത് കെട്ടാനാ? പെണ്ണ് കെട്ടിയല്ലോ, 4 വരെ കെട്ടാമെന്നല്ലേ? വല്ല പരിപാടിയുണ്ടോ? 4 വരെ ഒരാൾ വഴുതു പറയുമ്പോ പറയാ, പെണ്ണുങ്ങൾ പറയണം, ഭർത്താവിനോട് പറയണം അത്രേ. ഒരാളിന്റെ വാട്സപ്പിൽ ഒരു സഹോദരി മെസ്സേജ് ഇട്ടത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉസ്താദന്മാരെ പെണ്ണ് ഉസ്താദന്മാരെ തന്നെ ഈ രണ്ടും മൂന്നാമതും കെട്ടുന്നതിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എത്രയോ വിധവകളുണ്ടെന്ന, എത്രയോ വിധവകളുണ്ട്, ഭർത്താക്കന്മാര് മരിച്ചുപോയ പാവപ്പെട്ട പെണ്ണുങ്ങളുണ്ട്. അവർക്കൂടെ ഒരു ജീവിതം വേണ്ടേ? ഉസ്താദ് വഴുതു പറയണമെന്നാ പറയുന്നത് എൻ്റെ അടുത്ത്. എന്നിട്ട് വേണം. അല്ലാഹു അഅലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ ഈ രണ്ടാമത് അങ്ങോട്ടൊക്കെ ഇപ്പോൾ കഴിഞ്ഞ എത്രയോ പേര് 2, 3 കെട്ടിയിട്ടും എന്നിട്ട് ചെലവിന് പോലും കൊടുക്കാത്ത. ഈ അടുത്ത് മലപ്പുറം ജില്ലയിൽ നിന്നൊരു സഹോദരി കരഞ്ഞുപോയി മെസ്സേജ് എഴുതിയപ്പോൾ, ഉസ്താദ് എൻ്റെ ഭർത്താവ് എന്നെ 2ാമത് വിവാഹം കഴിച്ചതാ. എനിക്ക് 3 വയസ്സുള്ള ഒരു മകളുണ്ട്. 8 മാസം ഞാൻ ഗർഭിണിയാണ്. എൻ്റെ കുഞ്ഞിന് പനിയാ ഉസ്താദ്. ഒരു 500 രൂപ ചോദിച്ചാൽ പോലും തരത്തില്ലെന്ന്. ആശുപത്രി കൊണ്ടുപോകാൻ ചോദിച്ചാൽ പോലും. ഇങ്ങനെ കെട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുന്നവൻ അല്ലാഹു അഅലം റബ്ബിന്റെ മുന്നിൽ എന്തു പറയും? അല്ലാഹ് വെറുതെ വിടുവോ? ഒരു ജീവിതം സ്വപ്നം കണ്ട് അവസാനം 2ാം കെട്ടുകാരനാണ്, കുഴപ്പമില്ല, ഒരു ജീവിതം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് അവൻ്റെ 2, 3 മക്കളെ ഉണ്ടാക്കി കൊടുത്തിട്ട് ചെലവിനും കൊടുക്കാതെ തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ നടക്കുക. ചില ബിരുദന്മാരിങ്ങനെ നടുവ് നടന്നിങ്ങനെ കെട്ടി പഠിക്കുന്നവർ. അല്ലാഹു അഅലം. 2, 3 വിവാഹം കഴിക്കാം ഇസ്ലാം അനുവാദം തരുന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യമാരെ ഒരേ രീതിയിൽ നീ കാണണം. അതാ ഏറ്റവും വലിയ. നമുക്കറിയാം, നമ്മൾ 2 വിവാഹം കഴിച്ചാൽ 2 ഭാര്യമാരെയും ഒരേപോലെ, ഒന്നാമത്തെ പെണ്ണിനെ കാണുന്നത് പോലെ തന്നെ 2 പേർക്കും തുല്യ അവകാശം. അത് കൊടുക്കാൻ പറ്റാത്തവൻ കെട്ടാൻ പാടില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അവൻ നാളെ നിന്നിനായി അള്ളാന്റെ കോടതി വരുമെന്ന. എന്നാൽ ചിലരുണ്ട് 1, 2 വിവാഹങ്ങൾ കഴിച്ചു 2 ഭാര്യമാരെയും ഒരു വീട്ടിൽ കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ നോക്കുന്നവരുമുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല. അള്ളാഹു നമുക്ക് തന്ന ജീവിതമെങ്കിലും നല്ല നിലയിൽ കൊണ്ടു നടക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും ചോദിക്കും, എന്തിനാ ഉസ്താദെ പെണ്ണ് കിട്ടുന്നത്? ഒറ്റയ്ക്ക് നടന്നാ പോരെ? ഇല്ലേ? ഒരു വലിയ ചോദ്യമാണ്. എന്തിനാ പെണ്ണ് കിട്ടുന്നത്? എന്തിനാ ഇപ്പൊ പെണ്ണ് കിട്ടുന്നത്? എന്താ പല ചെറുപ്പക്കാരുടെയും സംശയമാണ്, പെൺകുട്ടികളുടെ സംശയമാണ്, എന്തിനാ ഉസ്താദെ പെണ്ണ് കിട്ടുന്നത്? വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ പേടിയാ പെൺകുട്ടികൾക്കൊക്കെ. പക്ഷെ അള്ളാഹ് പറഞ്ഞത് പെണ്ണ് കിട്ടിയ 2 കാര്യങ്ങൾ കിട്ടുമെന്നാണ്. വിവാഹം കഴിച്ചാൽ അതിലൂടെ 2 കാര്യങ്ങൾ കിട്ടും. 1, മനസമാധാനം കിട്ടും. അള്ളാഹ് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. അള്ളാഹ് പറയുന്ന വിവാഹം കഴിക്ക്, ആ വിവാഹം കഴിച്ചതിലൂടെ നിനക്ക് സമാധാനം കിട്ടും. ഇത് ഖുർആൻ പറയുന്നു. എന്നാ പെണ്ണ് കെട്ടിയിട്ട് സമാധാനം കിട്ടി എത്ര പേരുണ്ട്? നമ്മൾ പറയുന്നത് ഖുർആൻ പറയുന്നു പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും. നമുക്കാണെങ്കിൽ സമാധാനം പോയത് കെട്ടിയപ്പോഴാ. അപ്പൊ ഏതാ തെറ്റ്? ഖുർആനാണോ നമ്മളാണോ? പറഞ്ഞങ്ങാതി. ഖുർആൻ തെറ്റ് പറ്റുമോ? പറ്റൂല. പിന്നെ ആർക്കാ തെറ്റ് പറ്റിയത്? നമുക്ക്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാ നമുക്ക് സമാധാനം കിട്ടാത്തത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ ചിന്തിക്കേണ്ടത്. ഖുർആൻ പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിക്ക്, വിവാഹം കഴിച്ച സമാധാനം കിട്ടും. തെളിവ് വേണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെയൊക്കെ ആഗ്രഹം എവിടെ പോകണമെന്നാ? നമ്മുടെ ആഗ്രഹം എവിടെ പോകണമെന്നാ? പറ. സ്വർഗത്തിൽ പോകണമെന്നല്ലേ? എങ്കിൽ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ വിട്ടു. ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ വിട്ടപ്പോൾ സ്വർഗത്തിലൂടെ നോക്കുമ്പോൾ പാലരുവികളും തേനരുവികളും തേനിന്റെ ആറും പാലിന്റെ പുഴയും ഊറില്ലീങ്ങളും ആദം നബി ഇങ്ങനെ തിന്ന് സൂചിച്ച് നടക്കാം. പക്ഷെ എന്തപ്പോ മുഖത്തൊരു സന്തോഷമില്ല ആദം നബിക്ക്. അള്ളാഹു ആദം നബിയോട് ചോദിച്ചു, ആദമേ ഈ സ്വർഗം നിനക്ക് തന്നിട്ട് എന്തേ ഒരു സന്തോഷമില്ലാത്ത? മുഖത്തെന്തേ ഒരു സന്തോഷമില്ലായ്മ? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. അല്ലാഹു. അതാ ചെറുപ്പക്കാര് പഠിക്കണം. അള്ളാന്റെ സ്വർഗം ഞാൻ ജീവിക്കണത് തന്നെ അവിടെ പോകാനാ. ഞാൻ ജീവിക്കുന്നത് തന്നെ അവിടെ പോകാനാ. അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ സ്വർഗത്തിലൂടെ ആദം നബി നടന്നപ്പോ അള്ളാഹിനോട് പറയാ, പടച്ചോനെ ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. ഹവ്വ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ ആദം നബിക്ക് കൊടുത്തപ്പോഴാ സന്തോഷം കിട്ടിയത് എന്ന് ചരിത്രം പറയാ. അപ്പൊ മോനെ, പെണ്ണ് കെട്ടിയാലേ എന്ത് കിട്ടത്തുള്ളൂ? സന്തോഷവും സമാധാനവും കിട്ടത്തുള്ളൂ. ഇതിനേക്കാളും വലിയൊരു തെളിവ് പറഞ്ഞുതരാൻ എനിക്കില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പിന്നെ നീ കണ്ണുനീര് കുടിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ പോരായ്മ. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നീയല്ല തീരുമാനിക്കേണ്ടത്. ദീൻ പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ ജീവിച്ചാൽ മതി.
എന്തെൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, ഉസ്താദെ, എൻ്റെ ഭാര്യ, എനിക്ക് സുന്ദരിയായ എൻ്റെ ഭാര്യ, അവളെ നോക്കുമ്പോൾ എനിക്കൊരു തൃപ്തിയില്ല, പക്ഷെ വേറെ ഏതെങ്കിലും പെണ്ണിനെ കാണുമ്പോൾ എനിക്ക് മോശമായ ചിന്ത വരുന്നു. ഇതെല്ലാവരുടെ അല്ലേ? സ്വന്തം പെണ്ണുമ്പിള്ള എത്ര സുന്ദരിയാണെങ്കിലും നോക്കത്തില്ല, അടുത്തവൻ്റെ പെണ്ണുമ്പിള്ള മിറ്റം തൂക്കുമ്പോൾ ഒളിഞ്ഞൊളിഞ്ഞ് നോക്കാം. അതാവസ്ഥ. സ്വന്തം ഭാര്യ എത്ര മനോഹരമായ ചെറുപ്പക്കാരിയാണ്, നല്ല സുന്ദരിയാണ്, പക്ഷേ നമുക്ക് അവളെ കാണുമ്പോൾ ഒന്നും തോന്നാറില്ല. എന്നാൽ ചില ചെറുപ്പക്കാർക്ക് അടുത്തവൻ്റെ പെണ്ണുമ്പിള്ള ഇങ്ങനെ നോക്കാം. അതാ പണ്ടൊരാൾ പറഞ്ഞത്, അക്കരെ പോയി നിന്നിട്ട് ഇക്കരയിലോട്ട് നോക്കാൻ, അടുത്ത വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് നിന്റെ പെണ്ണുമ്പിള്ളയെ നോക്കാം, അപ്പോൾ അവളുടെ സൗന്ദര്യം മനസ്സിലാവുന്നു എന്ന് പറഞ്ഞ് നാളെ മുതൽ ടെറസിൻ്റെ മുകളിൽ കയറണമെന്നല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ചോദിച്ചാൽ പറയും, ആമീന നിന്നെ കാണാൻ കയറിയതാണ്. എവിടെ? അടുത്തവൻ്റെ വീടിൻ്റെ മുകളിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ മറുപടി, ഉസ്താദേ, എൻ്റെ ഭാര്യ സുന്ദരിയാണ്, പക്ഷെ എനിക്ക് അവളെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എനിക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. പക്ഷേ വേറെ എത്ര അവളെക്കാളും ഒട്ടും കൊള്ളാത്തവളെ നോക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ ദുശ്ചിന്തകൾ കടന്നു വരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭാര്യയെ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി നിന്റെ ഭാര്യയാണെന്ന് നിനക്ക് തോന്നണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ലോകത്ത് ഏതു പെണ്ണ്, ഈ ലോകത്തിലെ ഏത് സുന്ദരിയായ പെണ്ണിനെ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാലും നിന്റെ ഭാര്യയുടെ അത്രയും വരൂല അവള്. നിന്റെ ഭാര്യയുടെ അത്രയും അവള് വരൂല. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഒരു ചരിത്രം പറയാം. എന്റെ പ്രിയമുള്ളവരെ, ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി നിന്റെ ഭാര്യയാകണം. അവളെ കാണുന്നത് തന്നെ പടച്ചവനെ നിനക്കൊരാനന്ദമാകണം, ഒരു സുഗന്ധമാകണം, ഒരു സന്തോഷമാകണം. അവളെ കണ്ടാലേ നിനക്ക് തൃപ്തി വരൂ, അവളെ കണ്ടാലേ നിനക്ക് സന്തോഷം വരൂ. അല്ലാ, നിങ്ങളുടെ ജീവിതം അങ്ങനെയാക്കി തരണേ അല്ലാ. ഭാഗ്യം തരുമാറാകട്ടെ. ലോകത്ത് ഏത് പെണ്ണിനെ നോക്കിയാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ദുശ്ചിന്തയും വരില്ല. പക്ഷേ നമ്മുടെ ഭാര്യ നോക്കിയാൽ നമ്മുടെ മനസ്സ് സന്തോഷിക്കും. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹ് അങ്ങനെ ആക്കി തരുമാറാകട്ടെ.